നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധക്കപ്പലായ IRIS ഡെനയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ആക്രമിച്ചത് മുക്കിയത് തങ്ങളുടെ മുങ്ങിക്കപ്പലാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് അമേരിക്ക. കപ്പൽ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും അമേരിക്ക സമൂഹ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ 87 പേർ കൊല്ലപ്പെട്ടുവെന്ന് രാജ്യത്തെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ബുധനാഴ്ച പ്രാദേശിക ടെലിവിഷനിൽ പറഞ്ഞു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്തിനടുത്ത് ഇറാനിയൻ കപ്പൽ ഒരു അമേരിക്കൻ അന്തർവാഹിനി ആക്രമണം നടത്തിയതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെത്ത് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. ദ്വീപിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ അപകട സൂചന പുറപ്പെടുവിച്ചതിനെ തുടർന്ന് മുങ്ങിയ മൗണ്ട് ഗ്ലാസ് ഫ്രിഗേറ്റ് ഐറിസ് ദേരയിൽ ഏകദേശം 180 പേർ ഉണ്ടായിരുന്നുവെന്ന് ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രി വിജിത ഹെരാത്ത നേരത്തെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഒരു US സൈനിക അന്തർവാഹിനിയാണ് ആക്രമണം നടത്തിയത് എന്ന് ദി ഹെഡ്സെത്ത് പറയുന്നു. ഇറാനിയൻ കപ്പലിൽ ഏകദേശം 180 പേർ ഉണ്ടായിരുന്നുവെന്ന് ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രി വിജിത ഹെരാത്ത പാർലമെന്റിൽ പറഞ്ഞു. അത് ഐറിസ് ദേന എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ശ്രീലങ്കൻ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് ബുധനാഴ്ച മൗണ്ട് ക്ലൗസ് ഫ്രിഗേറ്റ് അപകടത്തിൽപ്പെട്ടത്. അപകട സൂചന നൽകിയതിനെ തുടർന്ന് കപ്പലിന്റെ പിൻഭാഗം തകർന്നു വീണു. ഐറിസ് ദേന എന്ന് പേരിട്ടിരിക്കുന്ന ഈ കപ്പൽ മടക്കയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ നടന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026 പങ്കെടുത്തിരുന്നു. ഫെബ്രുവരി 18 മുതൽ ഫെബ്രുവരി 25 വരെ ബംഗാൾ ഉൾക്കടലിൽ നടന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തതായി വ്യോമയാന വെബ്സൈറ്റ് പറയുന്നു. മുങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് വിശാഖപട്ടണത്ത് ഇറാൻ കപ്പലിന്റെ തുറമുഖ സന്ദർശന വേളയിൽ കിഴക്കൻ നാവിക കമാൻഡ് അതിനെ സ്വീകരിച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രം ആഗോള ശക്തികളുടെ യുദ്ധവേദിയായി മാറുന്നു. വിശാഖപട്ടണത്ത് നടന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഇറാന്റെ ഐറിസ് ഡെന എന്ന യുദ്ധക്കപ്പലിനെ ശ്രീലങ്കൻ തീരത്തുവെച്ച് അമേരിക്കൻ അന്തർവാഹിനി ആക്രമിച്ചു മുക്കിയത് മേഖലയെ കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു സൈനിക നീക്കമെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി MK-48 ടോർപിഡോ ഉപയോഗിച്ചാണ് കപ്പൽ തകർത്തത് എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സേവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ 80 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറാന്റെ വ്യോമ നാവിക പാതകളുടെ നിയന്ത്രണം US ഇസ്രായേൽ സഖ്യം ഏറ്റെടുത്തതോടുകൂടി പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. സംഘർഷം മുറുകുന്നത് കടലിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഹോർമോസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിലായി 2000-ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് വിവരം. ഇതിനോടകം ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ വിവിധ ആക്രമണങ്ങളിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത് ആശങ്ക ഇരട്ടിയാക്കുന്നു. ഒമാൻ തീരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. നിലവിൽ ഹോർമോസ് മേഖലയിലുള്ള 37 ഇന്ത്യൻ കപ്പലുകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ച നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ നാവികരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമുദ്രപാതകളിലെ ഈ അശാന്തി സാമ്പത്തികമായും സുരക്ഷാപരമായും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ശ്രീലങ്കൻ തീരത്ത് വെച്ചാണ് US അന്തർവാഹിനി ഐറിസ് ഡെനയ്ക്കെതിരെ ആക്രമണം നടത്തിയത്. ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് നടന്ന രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിലെ മില്യൻ നാവികാഭ്യാസത്തിലും പങ്കെടുത്ത മടങ്ങുകയായിരുന്നു കപ്പൽ. ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള യാത്രയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. തങ്ങളാണ് ഇറാന്റെ കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ആക്രമിച്ചത് എന്ന് ഔദ്യോഗികമായി തന്നെയാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സേവ് പ്രഖ്യാപിക്കുന്നത്. MK-48 ടോർപിഡോ ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.